Pachadi's Vinodam. Share the taste, share the happiness. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അതിൻ്റെ കൂടെ കഴിക്കാം ഒരു സൂപ്പർ ചമ്മന്തിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പി നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒറോട്ടിപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളത്തിൽ കുഴക്കുന്നത്. ഒറോട്ടിപ്പൊടിക്ക് പകരം അപ്പപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെ ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി കുഴച്ച മാവിലേക്ക് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ആദ്യം കുഴക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി. ആ ടൈം ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ടൈമാണ് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തേങ്ങ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പിടിയാക്കിയിട്ട് എടുക്കാം. കൈ ഇടക്കിടക്ക് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ പിടിക്കുഴക്കട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓരോ കുഴക്കട്ട റെഡിയാകുന്നതിനനുസരിച്ച് തന്നെ ഞാൻ അപ്പം തന്നെ സ്റ്റീമറിൽ വെച്ച് കൊടുക്കുവാണ്. മുഴുവനും റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി കുഴക്കട്ട ആവി കയറുന്ന ടൈം കൊണ്ട് നമുക്കൊരു ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 1 അല്ലി മതി കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ചമ്മന്തി കുഴക്കട്ടേൻ്റെ കൂടെ മാത്രമല്ല, ഇഡലി, ദോശ, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ല മാച്ചാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോഴേക്കും നമ്മുടെ കുഴക്കട്ടക്ക് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചിടണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുവും കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിത് ആവി കയറിയ കുഴക്കട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയല്ലെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ച പാത്രത്തിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ച കുഴക്കട്ട ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് സെർവ് ചെയ്യുമ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്. Share the taste, share the happiness. Thanks for watching.